നമസ്കാരം. കായംകുളത്ത് സ്വന്തം അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തുകയും അമ്മയെ ഗുരുതരമായി പരുക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രതിയായ അഭിഭാഷകൻ നവജിത്തിനെ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. കസ്റ്റഡിയിലിരിക്കെ പ്രതി കടുത്ത മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തരമായി മാറ്റിയത്. നവജിത്തിനെ ആദ്യം മാവേലിക്കര സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സ ആവശ്യമായതിനാൽ തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. പുല്ലുകുളങ്ങര പിടികച്ചിറ സ്വദേശി നടരാജനാണ് കൊല്ലപ്പെട്ടത്. നവജിത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാതാവ് സിന്ധുവിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാതാവിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. നവജിത്തും മാതാപിതാക്കളുമായി വീട്ടിൽ സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി വഴക്ക് പതിവായിരുന്നു എന്നാണ് അയൽവാസികളും ബന്ധുക്കളും പോലീസിന് മൊഴി നൽകിയത്. സംഭവ ദിവസം രാത്രിയിലും വീട്ടിൽ നിന്ന് വലിയ ബഹളം കേട്ടതിനെ തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന നവജിത്തിനെയും ഗുരുതരമായി പരിക്കേറ്റ മാതാപിതാക്കളെയും കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ബലം പ്രയോഗിച്ചാണ് നവജിത്തിനെ കീഴ്പ്പെടുത്തിയത്. ഉടൻ തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റ പിതാവ് നടരാജന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അഭിഭാഷകനായ പ്രതി നവജിത്ത് കസ്റ്റഡിയിൽ തുടർച്ചയായി അസ്വാഭാവികമായ പെരുമാറ്റം പ്രകടിപ്പിച്ചതോടെയാണ് ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്ന സംശയം ഉയർന്നത്. തുടർന്നുള്ള വൈദ്യപരിശോധനയിൽ സംശയം ശരിവെക്കുകയും വിദഗ്ധ ചികിത്സ അനിവാര്യമാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുകയും ചെയ്തു. പ്രതിയുടെ മാനസിക നില പൂർണ്ണമായും വ്യക്തമായാൽ മാത്രമേ കൊലപാതകത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം കണ്ടെത്താനും തുടരന്വേഷണങ്ങളുമായി മുന്നോട്ടു പോകാനും പോലീസിന് സാധിക്കൂ. സാമ്പത്തിക തർക്കങ്ങൾക്കപ്പുറം മറ്റെന്തെങ്കിലും മാനസിക കാരണങ്ങൾ ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിലുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്.